അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോരുത്തരോട് സംസാരിക്കുന്നവരാണ്. സംസാരം എന്നുള്ളതാണ് നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ലതാക്കാൻ നാം ഉപയോഗിക്കുന്ന മാധ്യമം. എന്നാൽ സംസാരത്തിൽ കൂടി ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നാം അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും നമ്മൾ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുണ്ട്. സംസാരം എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കർമ്മമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ശൈലികളും അവരുടേതായിട്ടുള്ള പ്രകൃതവും ഉണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അൻസിലുന്നാസ മനാസിലഹും, ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനങ്ങളിൽ കുടിയിരുത്തുക. കാരണം ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ വ്യക്തിയെ ആദരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അയാളോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സംസാരം നന്നാവുകയുള്ളൂ. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാളെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകളെങ്കിലും സംസാരിക്കുമ്പോൾ സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാൽ എതിർ ദിശയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോസിറ്റായി നിൽക്കുന്ന വ്യക്തിയെ പൂർണ്ണമായി ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ സംസാരം ആകർഷണീയമാവുള്ളൂ. മൂന്നാമത്തെ കാര്യം, വ്യക്തത ഉണ്ടാവുക എന്നുള്ളതും ലാളിത്യം ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെ സംസാരത്തെ ആകർഷണീയമാക്കുന്ന കാര്യമാണ്. അതായത് ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് സാധാരണ പറയാറുണ്ട്, ഈച്ച് കമ്മ്യൂണിക്കേഷൻ ഹാസ് ടു ബി പ്ലാൻഡ്. ഓരോ സംസാരത്തെയും ഓരോ ആശയവിനിമയത്തെയും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. വ്യക്തമായി ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ ഗ്രാഹ്യമാവുന്ന രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന്റെ ശബ്ദം അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വിനയത്തോടു കൂടി ലളിതമായി സംസാരിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ആകർഷണീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഘടകമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ സാധാരണ കൗൺസിലിംഗ് നടത്തുന്ന ഘട്ടത്തിൽ ചില ഫാമിലി കേസിലൊക്കെ വരുന്ന വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ എന്നോട് കയർത്ത് സംസാരിച്ചു, അവൾക്ക് അവളുടെ ഒച്ച നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആളുകൾ ആഗ്രഹിക്കുന്നത് വിനയത്തോടു കൂടി ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആകർഷണീയതയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ആകർഷണീയമാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബ്ദം നിയന്ത്രിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അരോചകമായി മറ്റൊരാൾക്ക് നമ്മോട് വെറുപ്പ് തോന്നുന്ന രൂപത്തിൽ ശരീരഭാഷ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്മൂത്തായി മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യയുടെ ശരീരഭാഷ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഭർത്താവും ശ്രദ്ധിക്കേണ്ടതുണ്ട്, തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് അകന്നു പോവാതിരിക്കാൻ നെഗറ്റീവായിട്ടുള്ള ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് അവൻ ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് ക്ഷമ ചോദിക്കാൻ സാധിക്കണം. നമ്മളൊക്കെ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലേക്ക് തിരിച്ചു വരാൻ അത് പ്രേരിപ്പിക്കും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ മാപ്പ് ചോദിക്കലും. നമ്മൾക്ക് ഒരു വ്യക്തിയിൽ ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങളിൽ അയാൾക്ക് നന്ദി കാണിക്കുക. അതായത് അയാളൊരു നല്ല ഉപകാരം നമുക്ക് ചെയ്തു എങ്കിൽ, അൽഹംദുലില്ലാ, നിങ്ങൾ ആ സഹായം നൽകിയത് അല്ലെങ്കിൽ നിങ്ങൾ ആ പണം എനിക്ക് ആ സമയത്ത് നൽകിയത് എനിക്ക് വളരെ ഉപകരിച്ചു, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു നന്ദി നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസാര മര്യാദ നന്നായി തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സംസാരം ആകർഷണീയമാക്കാനും നന്നാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.